എല്ലാ കാറുകളും എല്ലാ റോഡുകളും റോമിലേക്കെന്ന് പറയുന്ന പോലെ എല്ലാ കാറുകളും ഇപ്പോൾ രാഹുലിലേക്ക് എന്നുള്ള പോലീസിൻ്റെ കാറുകളും ഇപ്പോൾ ആ വഴിക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ നോക്കൂ, നമ്മൾ ഈ സംഭവം ആദ്യമായിട്ടല്ല കേരളത്തിൽ സമാനമായ സംഭവം നടക്കുന്നത്. കോവിഡിൻ്റെ പിടിയിൽ മുറുകിയിരുന്ന കാലത്ത് കേരളത്തിൽ അതീവ രഹസ്യമായിട്ടൊരു രക്ഷപ്പെടൽ നടന്നു. എല്ലാ വിമാനത്താവളങ്ങളിലും റെയിൽവേ താവളങ്ങളിലും അതുപോലെ ബസ് സ്റ്റേഷനുകളിലും എല്ലാം കേരളത്തിൻ്റെ പോലീസ്, പിണറായിയുടെ പോലീസ്, വീര്യമേറിയ പോലീസ് അവിടെ അവർ യൂണിഫോമുമായിട്ട് ശബരിമല യുവതികളെ ശബരിമലയിൽ എത്തിക്കാൻ നടത്തിയ ആ ഒരു ജാഗ്രതയോടുകൂടി നിന്നിട്ട് അതിനെയെല്ലാം വെട്ടിച്ച് കടന്നു കളഞ്ഞു ഒരു കറുത്ത കാർ. ചുവന്നതല്ലെന്ന്, കറുത്ത കാർ. ആരുടെ കാറായിരുന്നു അത്? സ്വപ്ന സുരേഷിൻ്റെ കാറ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിൻ്റെ കാർ ഇവരെയെല്ലാം വെട്ടാനുള്ള വേഗം എങ്ങനെ കൈവരിച്ചു? ആ വേഗമന്ത്രം എങ്ങനെ കൈവരിച്ചു? അതിൻ്റെ സ്രോതസ്സെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ്റെ ഒരു നിർദ്ദേശമാണ്. കാർ ഇങ്ങനൊരു കാർ പോവും, നമ്പർ ഇതാണ്, തൊട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.